വനിതാ ദിനമാണ്. അതിനോട് അനുബന്ധിച്ച് ഒരു ചെറിയ സംഭവം നിങ്ങളെയൊക്കെ ആദരിക്കണമെന്ന് മനസ്സിൽ തോന്നിയതിൻ്റെ ഒരു ആശയത്തിൽ ഞാൻ സാനു സാറിനോട് പറയുകയും സാനു സാറ് അത് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലുമൊക്കെ വിളിക്കും നമുക്ക് ഒരു കൂട്ടായ്മ നടത്താം. അദ്ദേഹം ഒത്തിരി കാലങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെയും ഉന്നത സാഹിത്യകാരന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഒരു പരിപാടിയായിട്ടാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ അധ്യക്ഷനാക്കി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. പക്ഷെ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല. ആ പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കടമ. അപ്പം അതിനുവേണ്ട എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ആശാവർക്കന്മാർക്ക് നമ്മളിലൂടെ എന്തെങ്കിലും ഒരു കൈത്താങ് കൊടുക്കുക എന്നുള്ള ഗ്രീൻസിൻ്റെ ഒരു അഭിലാഷമായിരുന്നു. ഞങ്ങളുടെ ഗ്രീൻസ് എന്ന് പറയുന്ന 2 പഞ്ചായത്തൊക്കെ തൈക്കാട്ടുശ്ശേരി പാണാവള്ളി പഞ്ചായത്തും കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തും പാണാവള്ളിയും കൂടി ഞങ്ങൾ ചേർത്ത് ഇങ്ങനൊരു സംരംഭം ഇവിടെ വേണം എന്നും ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടും നൽകിയ സാറിന് ഹൃദയംഗമായ സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതിലുപരി ഇവിടെ എത്തിച്ചേർന്നു നിങ്ങൾ ഓരോരുത്തരും. ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു വലിയ സ്നേഹോപകാരം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. സ്ഥാപനത്തിൻ്റെ ഉടമയും സാമൂഹ്യ പ്രവർത്തകനുമായ സാധിച്ച എൻ്റെ പ്രിയങ്കരായ എൻ്റെ ബഹുമാന്യനായ ഇവിടെ സ്വാഗതം ആശംസിച്ച എല്ലാവർക്കും പ്രിയങ്കരനായ രവിചേട്ടൻ, ഇവിടെ കൂടിയിരിക്കുന്ന ബഹുമാന്യരായ വനിതാ രത്നങ്ങളെ, പ്രിയമുള്ളവരെ, നമുക്കറിയുന്ന അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എന്തായാലും പിന്നെ ഒരു വനിതകൾക്ക് ഒരു ദിനമായിട്ട് ആചരിച്ചാൽ പുരുഷന്മാർക്ക് തന്നെ ദിനമായിട്ട് കൊടുക്കുന്നു ഇല്ല. നമ്മളൊരു സമൂഹം പിറകൊരു പരമ്പര സൃഷ്ടിക്കുന്നത് നമ്മൾ സ്ത്രീകളിലൂടെയാണ്. ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ ഇങ്ങനെ ഒരു ദിവസം നമുക്കായിട്ട് നീക്കും. അപ്പോൾ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന ആശാപ്രവർത്തകരുണ്ട്, പാലിയേറ്റീവ് പ്രവർത്തകരുണ്ട്. എനിക്ക് 2-3 പേരെ അറിയാമെങ്കിലും ആരാണെന്ന് അറിയില്ല എങ്കിലും ഏറ്റവും ആശാപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ രംഗത്ത് ഏറെ മികവ് പുലർത്തുന്ന ആശാപ്രവർത്തകർ തന്നെയാണ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തകർ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞങ്ങൾക്ക് വാർഡുകളിൽ ഞങ്ങളെക്കാൾ ഉപരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗിയുടെ കാര്യം ഞങ്ങൾ വാർഡിൽ നിന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ അപ്പോൾ ആ നിമിഷം തന്നെ പിറ്റേ ദിവസം തന്നെ അവർ വണ്ടിയുമായിട്ട് നമ്മുടെ ആ വീട്ടിലെത്തി ആ രോഗിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആ ഒരു കാഴ്ചപ്പാടുകളൊക്കെ അനുഭവങ്ങളൊക്കെയാണ് അദ്ദേഹം ഒരു സേവനം ഒരു പാരിതോഷികം പോലും ആഗ്രഹിക്കാതെ അദ്ദേഹത്തിൻ്റെ വണ്ടി സ്വന്തമായിട്ട് തന്നെ തുച്ഛമായ വേതനത്തിലാണ് അത്രയും നാൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. മുൻകൈ എടുക്കുവാനായിട്ട് സാറിനെ പ്രേരിപ്പിച്ചതിന് ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ തരുന്നാരോ ഒരു അമ്മ അങ്ങനെ പറഞ്ഞത് കാരണം നല്ല കാര്യമായി അങ്ങനെ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ അമ്മമാരൊന്നും പറയുകയില്ല. മക്കളുടെ എല്ലാ തെറ്റുകൾക്കും ചിലപ്പോൾ നമ്മുടെ ദുർബല മനസ്സുകൊണ്ട് അമ്മമാർ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ തന്നെ കാണുന്നത് അല്ലേ? നമുക്കറിയാം ഇന്നത്തെ സാമൂഹിക ചുറ്റുപാട് നമ്മുടെ മക്കൾ പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്ത് തന്നെ സ്ത്രീകൾക്ക് പേടിയാണ് പോകാനായിട്ട് അല്ലേ? അത് എന്ത് പരിശോധന നടത്തുവാനായിട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ളത് പേടിയാണ്. കാരണം എനിക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഭാവി എന്താവും, എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്താവും എന്നുള്ള ചിന്ത അതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ല, എൻ്റെ മക്കളുടെ ഭാവി എന്താവാം. അതാണ് സ്ത്രീകൾ ദുർബലമായി പോകുന്നതിൻ്റെ കാരണം. അത് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് എൻ്റെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വനിതാദിനത്തിൽ ആശംസിക്കുന്നത്. ഈ പരിപാടിയിൽ സംഘടിപ്പിച്ച സാധിസാറിന്റെ കുടുംബത്തിന് എൻ്റെ എല്ലാവിധ ഒരിക്കൽ കൂടി നല്ല ഒരു വനിതാദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പാലിയേറ്റീവ് നേഴ്സ് ജിഷ. അപ്പോൾ പാലിയേറ്റീവിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു നാഷണൽ ചോദിച്ചത്. അപ്പോൾ ജിഷയ്ക്ക് നമുക്ക് ഉൾപ്പെടുത്താമായിരുന്നു. സനിൻ്റെ കൂട്ടുകാരനാണല്ലോ, സുഭാഷ് കൂട്ടുകാരൻ്റെ. പിന്നെ എനിക്കറിയത്തില്ല ആരാണെങ്കിലും അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നത്. പാലിയേറ്റീവ് ആണെങ്കിൽ ഗ്രീൻ സംഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നന്നായിട്ട് നമ്മുടെ ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ആശമാരും പാലിയേറ്റീവും നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും ടീമായിട്ടാണ് എപ്പോഴും പോകുന്നത്. ഒരു പാലിയേറ്റീവ് പ്രവർത്തനം തന്നെ നമ്മളെ ഈ ഇരിക്കുന്നവരെല്ലാവരും ഒന്നിച്ചു കിട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പോ മുട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ. തുനിന്ന കടമ്പിലെ പുഞ്ചിരിപ്പോ മുട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ. മധുരമില്ലാതെ നെയ്ത്തിരിനാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നീകനായി എന്തിനെൻ മുന്നിൽ വന്നു. പനിനീർമണം തൂകുമെൻ തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിष മാഗേ गाधे तव जय गाथा जनगण मंगलदायक जय हे